പുതിയൊരു സാധനം ഉണ്ടാക്കാം. തേങ്ങ വറുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി വയ്ക്കാം. കുറേ നാളിരിക്കും. ഇതാർക്കെങ്കിലും ടൂറ് പോകണമെങ്കിലൊക്കെ കൊണ്ടുപോകാം. ഉപയോഗിക്കാനൊക്കെ നല്ല വീട്ടിൽ അത്യാവശ്യത്തിന് എടുക്കാം, ചോറിന് കൂട്ടാനായിട്ട്. അപ്പം തേങ്ങ ഇരുന്ന് ചീത്തയാവത്തില്ല, നമുക്കത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തതാണ്. അത് ഞാൻ ചീനിച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ അതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചാൽ മതിയേ. ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പുളി, ഇത്രയും മതി, ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര പുളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം, മൂപ്പിച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിയാതെ അടുക്കി പിടിക്കാതെ തേങ്ങ ചുമന്ന് വരുന്നത് വരെ മൂപ്പിക്കണം. ഇച്ചിരി കൂട്ടാമേ തീ. ഇപ്പം ചെറുതായിട്ട് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. മൂത്തില്ല, ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി. ഇതിനകത്തൊരു കുറച്ചൊരു കായം, ഇത്ര ഒരു കായപ്പൊടിയിടാം. കായപ്പൊടിയല്ല, ഞാൻ കട്ടക്കായം ഇടുന്നത്. കായപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിട്ടാലും മതിയാവും. കുറച്ചുകൂടെ മൂക്കട്ടെ, ചുമന്ന് വരട്ടെ കുറച്ചും കൂടെ. അത് ഇളക്കിക്കൊണ്ടിരിക്കും. അത് കുറച്ച് ആയിട്ടുണ്ട്, ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്കതിന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇനി മുളക് പൊടിയും കൂടെ ഇടണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഒരുപാട് എരിവ് വേണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടാം. ആയിട്ടുണ്ട്, തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, ഒരു 2 ചെറിയ സ്പൂണിന് 2 സ്പൂൺ. ഓക്കെ, എരിവിൻ്റെ ഇതനുസരിച്ച് കൂടിയോ കുറഞ്ഞോ ഇടാം. കുറച്ച് എരിവ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു മുറി തേങ്ങയ്ക്ക് അത്രയും മുളക് പൊടി മതി. എന്നിട്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി കിടക്കുന്ന സാധനം കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് ചേർത്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടണം. ആവശ്യത്തിന് ഇട്ടാൽ മതി. ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പിൻ്റെ വെള്ളമയൊന്നും മാറിക്കിട്ടും. അപ്പോൾ ഇത് ചീത്തയാവാതെ ഇരിക്കും. ഓക്കെ, അപ്പം ഇത് ചമ്മന്തിപ്പൊടിക്കുള്ള എല്ലാം ആയി. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതുവരെ ഇത് ഇരിക്കട്ടെ. ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ, ഇല്ലെങ്കിൽ എണ്ണ ഇളകി വരും. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, എല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വറുത്ത് ഇതെല്ലാം ചേർത്ത് പൊടിച്ചതിപ്പം ചമ്മന്തിപ്പൊടിയായി. ഇനി നമുക്കിതിനെ ഒരു ഉണങ്ങിയ കുപ്പിയിലോട്ട് മാറ്റാം. വെള്ളം നനവില്ലാത്ത കുപ്പിയിലാകുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അത്യാവശ്യം നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി തൈരും ഇതുവാണെങ്കിലും നമുക്ക് കഴിക്കാം, ചോറ് കഴിക്കാം. ആരെങ്കിലും വന്നാൽ പെട്ടെന്നൊരു കൂട്ടാനാവും. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എല്ലാവരും ഉണ്ടാക്കണം. തേങ്ങ വെറുതെ കളയാതെ ഇരിക്കുന്ന തേങ്ങ നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. 2 ദിവസം ഇരുന്നാൽ ചീത്തയായി പോവില്ല തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട്. ഇതിങ്ങനെയാകുമ്പോൾ ഇവിടെ ഇരിക്കും.